കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ റൺ മഴ പെയ്പ്പിച്ച ഇന്ത്യൻ വനിതകൾ. നിശ്ചിത ഓവറിൽ റെക്കോർഡ് സ്കോറായ 221 റൺസ് അടിച്ചുകൂട്ടിയ ഇന്ത്യ ശ്രീലങ്കയെ 30 റൺസിന് തകർത്ത 4ാം T20യിലും വിജയം സ്വന്തമാക്കി. ഓപ്പണർമാരായ സ്മൃതി മന്ദാനയുടെയും ഷഫാലി വർമ്മയുടെയും തകർപ്പൻ അർദ്ധ സെഞ്ചുറികളാണ് ഇന്ത്യയുടെ വിജയത്തിന് അടിത്തറ പാകിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി സ്മൃതിയും ഷഫാലിയും ചേർന്ന് മികച്ച തുടക്കമാണ് സമ്മാനിച്ചത്. ആദ്യ പന്ത് മുതൽ ലങ്കൻ ബൗളർമാരെ കടർന്നാക്രമിച്ച ഇരുവരും പവർ പ്ലേയിൽ തന്നെ 61 റൺസ് അടിച്ചുകൂട്ടി. പിന്നാലെ പിറന്നത് നിരവധി റെക്കോർഡുകളാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് എന്ന നേട്ടം സ്മൃതി മന്ദാന പിന്നിട്ടു. T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയ സ്മൃതി ഷഫാലി സഖ്യം 162 റൺസ് അടിച്ചുകൂട്ടി. ഷഫാലി വർമ്മയ്ക്ക് പരമ്പരയിലെ തുടർച്ചയായ 3ാം അർദ്ധ സെഞ്ചുറി. 46 പന്തിൽ 79 റൺസ് എടുത്ത ഷഫാലിയെ പുറത്താക്കി നിമാഷ മിപ്പാഗെയാണ് ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് വീഴ്ത്തിയത്. പിന്നാലെ 48 പന്തിൽ 80 റൺസുമായി സ്മൃതിയും മടങ്ങി. അവസാന ഓവറുകളിൽ റിച്ച ഘോഷ് നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇന്ത്യൻ സ്കോർ 220 കടത്തിയത്. 222 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ശ്രീലങ്ക തുടക്കത്തിൽ മികച്ച പോരാട്ടം കാഴ്ചവെച്ചു. 5 ഓവറിൽ തന്നെ അവർ 50 റൺസ് കടന്നു. ക്യാപ്റ്റൻ ചമാരി അട്ടപ്പട്ടു അർദ്ധ സെഞ്ചുറിയുമായി പൊരുതിയെങ്കിലും 12ാം ഓവറിൽ വൈഷ്ണവി ശർമ്മ ചമാരിയെ പുറത്താക്കിയതോടെ ലങ്ക പതറി. പിന്നാലെ വന്ന ഇമേഷ ദുലാനി, ഹർഷിത സമരവിക്രമ, നീലാക്ഷി ഡി സിൽവ, രശ്മിക എന്നിവരുടെ വിക്കറ്റുകൾ തുടരെ നഷ്ടമായതോടെ ശ്രീലങ്ക 191 റൺസിൽ അവസാനിച്ചു. പരമ്പരയിലെ അവസാന മത്സരം ഡിസംബർ 30 നടക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.